എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫോർട്ട് ആശുപത്രിയിൽ വെച്ചിട്ട് കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് കണക്റ്റഡ് ചില കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ്. ഇല്ലേ അന്ന് തന്നെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് നമ്മൾ കണ്ടത്. ഈ ഭരണസമിതി അധികാരത്തിലേറിയ ഉടൻ തന്നെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി പര്യാപ്തമല്ല. ഒരുപാട് അപാകതകളുള്ള ഒരു പദ്ധതിയാണ് നിലവിൽ കോർപ്പറേഷനിലുള്ളത്. അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ ഭരണസമിതി പ്രഥമ പരിഗണന കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളുമായി ഞങ്ങൾ വളരെ വേഗത്തിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തുടക്കത്തിൽ തന്നെ ആരംഭിച്ചത്. അത് വലിയൊരു പ്രോസസ്സായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭരണപരമായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്, നിയമപരമായി. അതുവരെ നമുക്ക് നിലവിലുള്ള സിസ്റ്റം തുടരുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ നിലവിലുള്ള സിസ്റ്റം പരമാവധി പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം ഞങ്ങൾ തുടക്കം മുതലേ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഭരണസമിതിയുടെ 6 മാസം പൂർത്തിയായത്. ഭരണസമിതി 6 മാസം പൂർത്തിയാവുന്ന സമയത്ത് കാതലായ ആരോപണങ്ങളും തന്നെ, അടിസ്ഥാനമുള്ള ഒരു ആരോപണം പോലും ഭരണസമിതിക്കെതിരെ ഉന്നയിക്കാൻ വേണ്ടി മുഖ്യപ്രതിപക്ഷമായ CPM ഉൾപ്പെടെ സാധിച്ചില്ല. പല കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷെ കാതലായ ഒരു കാര്യം ഉന്നയിക്കുവാൻ, ജനങ്ങൾ കൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ ഉന്നയിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. അത്രത്തോളം കഠിനാധ്വാനം ചെയ്യുകയും അത്രത്തോളം സൂക്ഷ്മതയോടെ, ഭരണത്തിൽ ആദ്യമാണെങ്കിലും സൂക്ഷ്മതയോടെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മുഴുവൻ കൗൺസിലർമാരെയും വികസന കാര്യങ്ങളിൽ ഒരുപോലെ തന്നെ ആശയപരമായ വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ കോർപ്പറേഷൻ്റെ വളരെ സുതാര്യമായുള്ള സുഗമമായുള്ള ഫംഗ്ഷനിങ്ങിൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്നത്. ദൗർഭാഗ്യകരമായ കാര്യം, 6 മാസം പിന്നിടുമ്പോഴും കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കാതലായ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള, പതിറ്റാണ്ടുകളോളം കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി തന്നെ മാലിന്യ പ്രശ്നത്തിൽ തെറ്റായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഞാൻ മേയറായതിനു ശേഷം നേരിട്ട് ഇക്കാര്യം പറയുന്നത് ആദ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുവാനും നഗരത്തെ മലിനപ്പെടുത്തുവാനും CPM പ്രവർത്തകർ തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു കോർപ്പറേഷൻ ജീവനക്കാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സുരേഷ് ഉൾപ്പെടെയുള്ള വാഹന ആക്രമണത്തിൽ പരിക്കേറ്റ സുരേഷ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ വളരെ ശക്തമായിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളിലായിരുന്നു. അപ്പോഴാണ് ആമേഴഞ്ചാൻ തോട്ടിൽ ഒരു ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ട് എറിഞ്ഞു എന്ന് വിവരം അവർക്ക് ലഭിക്കുന്നത്. അവരവിടെ പോയി അത് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഇവർക്കറിയാം ഈ മാഫിയകൾ ഏതൊക്കെ സ്ഥലത്താണ് യാത്ര ചെയ്യുന്നതെന്ന്. ഉടൻ തന്നെ ഇവർ കാത്തിരിക്കുകയും സുരേഷ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ അടുത്ത് ഇവർ മാലിന്യം ശേഖരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വരികയും ചെയ്തപ്പോൾ, ഇവർ ഒരു അൺഓതറൈസ്ഡ് ഏജൻസിയാണ്. നിയമവിരുദ്ധമായിട്ട് മാലിന്യം ശേഖരിച്ച് പണം വാങ്ങിയതിന് ശേഷം തോന്നുന്നിടത്ത് വലിച്ചെറിയുന്ന ഏജൻസിയാണ്. ഇവർ പിന്തുടർന്ന് വന്നപ്പോഴാണ് SP ഫോർട്ട് ആശുപത്രിക്ക് നേരെ എതിരെയുള്ള ഗണേഷ് ടീ സ്റ്റാളിൽ നിന്നും ഈ അനധികൃത ഏജൻസി മാലിന്യം എടുക്കുന്നതായിട്ട് കണ്ടെത്തിയത്. സുരേഷ് ഉൾപ്പെടെയുള്ളവർ അവർ മാലിന്യം കയറ്റി ഓട്ടോറിക്ഷയിൽ പോകാൻ പോയപ്പോഴേക്കും ആ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി. അപ്പോഴാണ് സുരേഷിനെ ഇടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ആ ഓട്ടോ കടന്നു പോവുകയും ചെയ്തത്. അതിലുണ്ടായിരുന്ന പ്രതികളെ സുരേഷ് ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞ് പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോഴേക്കും അവരുടെ പേരുൾപ്പെടെ പറഞ്ഞു. ഒരു പ്രതി അന്ന് തന്നെ പിടികിട്ടി. ഞാൻ ഉൾപ്പെടെ, മേയർ ഉൾപ്പെടെ അവിടെ സന്ദർശിക്കുകയും, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു, നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു, പോലീസുമായിട്ട് സംസാരിച്ചു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഹെൽത്ത് ഓഫീസറും നേരിട്ട് പോയി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടിരുന്നു. HOയുടെ പക്കലുള്ള വിവരങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ സജീവമായ ഇടപെടലും അന്വേഷണവും നടത്തിയപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് CPM പ്രവർത്തനമായിട്ടുള്ള ഷമീർ ആണ് എന്നുള്ള വസ്തുത ബോധ്യപ്പെട്ടു. പോലീസിൻ്റെ അന്വേഷണം ശക്തമായതോടെ ഷമീർ തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇന്നലെ വൈകുന്നേരം കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിൽ വെച്ച് ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷമീർ പോലീസ് കസ്റ്റഡിയിലാണ്. ആ ഷമീറിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ച് ശ്യാം.
ഷമീർ തിരുവനന്തപുരം ചാലയിലുള്ള CPM പ്രവർത്തകനാണ്. ഷമീറിന് വേറൊരു പേരുണ്ട്, അത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇദ്ദേഹം CPM പ്രവർത്തകനാണ്. അനധികൃതമായി മാലിന്യം ശേഖരിച്ച് ആറ്റിലേക്കും തോട്ടിലേക്കും വലിച്ചെറിയുന്നതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. ഇന്നലെ വൈകുന്നേരം ഇദ്ദേഹം പോലീസിനെ ഭയന്ന് നിർഭയം വിഹരിച്ചുകൊണ്ടിരുന്ന ആളാണ്. കോർപ്പറേഷനും പോലീസും നടപടികൾ ശക്തമാക്കിയപ്പോഴേക്കും പോലീസിനെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയും തമിഴ്നാട് കേരള അതിർത്തി ഗ്രാമത്തിൽ വെച്ച് ആ കുളത്തൂർ ഭാഗത്ത് വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടന്ന സമയത്ത് എന്തോ പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. മൊബൈൽ ട്രേസ് ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. സിറ്റി പോലീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇദ്ദേഹത്തിന് സിറ്റിയിൽ ഈ മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് വേറൊരു പേരൂടെ ഉണ്ട്, നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധമുള്ളതാണ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും മണിക്കൂറുകൾക്കൊക്കെ നിങ്ങൾക്ക് ആ തെളിവുകൾ ലഭിക്കും. അത് പോലീസിൻ്റെയൊക്കെ പക്കലുണ്ട്, ആ തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം CPM തന്നെ 6 മാസം ഈ ഭരണസമിതി പിന്നിടുമ്പോഴേക്കും വലിയ സ്വീകാര്യത കിട്ടി ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി CPM എന്ന പാർട്ടി ഒരു സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 45 വർഷ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി തന്നെ നേരിട്ട് അവരുടെ പ്രവർത്തകർ ഇറക്കിയിട്ട് നഗരത്തിലെമ്പാടും മാലിന്യം വലിച്ചെറിയുകയാണ്. ആ മാലിന്യം വലിച്ചെറിയുന്നതിനെ തടയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേഷൻ ജീവനക്കാരെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇടിച്ചിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് അതിന്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 2 വനിതാ ജീവനക്കാർ, രാത്രിയൊക്കെ വനിതാ ജീവനക്കാർ സ്ക്വാഡിലുണ്ട്. 2 വനിതാ ജീവനക്കാർ ഉൾപ്പെടുന്ന സ്ക്വാഡ് ഇതുപോലെ തന്നെ ഒരു മാലിന്യ മാഫിയ തടഞ്ഞു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ ജീവനക്കാർ ഓട്ടോറിക്ഷയുടെ മുൻപിൽ കയറി നിന്നിട്ട് ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഓട്ടോറിക്ഷ നമ്മുടെ ഗ്യാരേജിലുണ്ട്. ഗ്യാരേജിൽ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴേക്കും അതിൽ വടിവാളും കമ്പിപ്പാരയും ഉൾപ്പെടെ ആക്രമിക്കുവാൻ വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. ആ ഓട്ടോറിക്ഷ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാലിന്യ മാഫിയ 2 വനിതകളാണ് അതിനെ തടഞ്ഞത്. കഴിഞ്ഞ ദിവസം അവർക്ക് സിയോറിനൊക്കെ കൊടുത്തിരുന്നു ഇവിടെ മീറ്റിംഗ്, ഹെൽത്ത് സെക്ടറിന്റെ മീറ്റിങ്ങിൽ. മറ്റൊരു വാഹനത്തിന് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു കടകംപള്ളി വാർഡിൽ നിന്ന്. ആക്കുളം പ്രദേശത്ത് നീർച്ചാലിൽ മാലിന്യം വലിച്ചെറിഞ്ഞ വാഹനം ഇവിടെ കോർപ്പറേഷൻ കസ്റ്റഡിയിൽ കിടപ്പുണ്ട്. നമ്മുടെ കസ്റ്റഡിയിൽ നിങ്ങൾക്കറിയാം, പുറത്ത് ലോറിയുണ്ട്. അപ്പോൾ ഈ ഷമീർ ഉൾപ്പെടെയുള്ള ചെയ്ത ജലാശയങ്ങളിലേക്കാണ് മാലിന്യം വലിച്ചെറിഞ്ഞത്. അത് ജാമ്യമില്ലാത്ത കുറ്റമാണത്, വളരെ ഗ്രേവ് ഓഫൻസ് ആണ്. ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന അങ്ങേയറ്റം തന്നെ കുറ്റകരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഉന്നത നേതാക്കന്മാരുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന പ്രവർത്തകനാണ്. ഈ വിവരം ഞങ്ങളുടെ അന്ന് തന്നെയാണ്. ഞാൻ ഫോർട്ട് ഹോസ്പിറ്റൽ വരുമ്പോൾ തന്നെ ഇന്നാരാണ് അതിന് നേതൃത്വം കൊടുത്തത്, ഈ പേരുകാരനാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ള വിവരം ഞങ്ങളുടെ ഉണ്ട്. പക്ഷേ അത് പോലീസ് അന്വേഷിക്കണം. പോലീസ് അന്വേഷിച്ച് പോലീസിന് ബോധ്യപ്പെട്ട് നിയമ സംവിധാനത്തിലൂടെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ വിവരങ്ങൾ നിങ്ങൾ പുറത്തു പറയൂ എന്നുള്ളതുകൊണ്ടാണ് അന്ന് നിങ്ങളോട് പറയാത്തത്. പക്ഷേ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ചില വിവരങ്ങൾ കൂടി പുറത്തു വരും, രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തു വരും. അപ്പോൾ അതിൽ നിന്നും പിന്മാറണം. ഭരണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരു ഭരണസമിതിയോടുള്ള ഭരണപരമായുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വ്യാകുലത കൊണ്ട് ഒരു നഗരത്തെ മുഴുവനും മലിനപ്പെടുത്തുവാനും രോഗം പടർന്ന് പിടിക്കുവാനും ഇടയാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും CPM പിന്മാറണം, CPM നേതാക്കന്മാർ പിന്മാറണം. അവർ ആശയപരമായിട്ട് വിയോജിച്ചോട്ടെ, ഭരണപരമായുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിലവർ സമരം ചെയ്തോട്ടെ, അത് ജനങ്ങളുടെ മുൻപിൽ പ്രചരിപ്പിച്ചോട്ടെ. പക്ഷെ ഒരു നഗരത്തിനെ മലിനപ്പെടുത്തുവാനും നഗരത്തിനെ നശിപ്പിക്കുവാനും വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. ബഹുമാനപ്പെട്ട ഒരു മുൻ മന്ത്രി ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ഇടപെടുന്നു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ വിമർശന വിധേയമാക്കേണ്ട കാര്യമാണ്. അതിൽ നിന്നും പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആശയപരമായി ഏത് തരത്തിലും നമുക്ക് സംവദിക്കാനോ ഒക്കെ തയ്യാറാണ്. ആശയപരമായ വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നവരോട് ഭരണപരമായിട്ട് വിയോജിപ്പുള്ളവർ നടത്തുന്ന സമരങ്ങളെയൊക്കെ തന്നെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഇരുട്ടിന്റെ മറവിൽ ക്രിമിനലുകളെയും ഗുണ്ടകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നഗരത്തെ തന്നെ തകർക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നിന്ന് പിന്മാറണം. ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെടുകയുള്ളൂ. ഞങ്ങൾ ഒരു വികാരത്തിന്റെ പേരിലല്ല ഇത് പറയുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്ത് പ്രതിയായതുകൊണ്ടാണല്ലോ അദ്ദേഹം കേരളത്തിലും തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം പോലീസ് കാത്തിരുന്ന് കേരളത്തിലേക്ക് കടന്നപ്പോഴാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ പോലീസ് സംവിധാനമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൽ കൂടുതൽ രാഷ്ട്രീയ ബന്ധങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ പുറത്തു വരും.
ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. വേറൊരു ഫോട്ടോ കൂടെ ഉണ്ട്, ഞാനത് സ്ക്രീനിലുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. ഇന്ന് ഒരു പ്രമുഖ പത്രത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജവഹർ നഗറിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ വാർത്ത വന്ന ഉടൻ തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അവർ രാവിലെ 7:50 അവിടെ എത്തി. വാർത്ത വന്നു, 7:30 അവർ അറിഞ്ഞു, 7:50 അവിടെ എത്തി. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഈ സ്ക്രീനിലുണ്ട്, ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. ആ വ്യക്തിപരമായിട്ട് ആർക്കും ഷെയർ ചെയ്യാം, പത്രസമ്മേളനത്തിൽ കാണിക്കുന്നില്ല. ആ ഫോട്ടോയിൽ ആ മാലിന്യം അവിടെ ഇല്ല. ഇത് മുൻപ്, അതായത് 4 ദിവസത്തിനിപ്പുറം അത് അവിടെ ഇല്ല. അവിടെ നമ്മുടെ സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും ചാക്കിൽ കിട്ടാൻ ഫുഡ് വേസ്റ്റ് അല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ അവിടെ അത് സംഭരണ കേന്ദ്രമുണ്ട്. സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും വാഹനം വരുന്ന സമയത്തേക്ക് വരെ അതിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അവിടെയല്ലേ വയ്ക്കാൻ പറ്റുള്ളത്, വച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. വേറെ ദിവസങ്ങളില്ല. പക്ഷേ ഇന്നലത്തെ ഫോട്ടോ അല്ല, ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഇന്ന് രാവിലെ എടുത്ത് എൻ്റെ കയ്യിലുണ്ട്, IT ഓഫീസറുടെ കയ്യിലുണ്ട്. ഇതുപോലെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡാണ്, പക്ഷേ പത്രസമ്മേളനത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നലത്തെ വാർത്ത, ഇന്നലത്തെ ഫോട്ടോ അല്ല, മുൻപ് ഏതോ ഒരു ദിവസം എടുത്തത് ഇപ്പോൾ വാർത്ത കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട്. അതിന് കാരണമായത് മാധ്യമപ്രവർത്തകരുടെ പ്രശ്നമല്ല. CPM എന്നൊരു പാർട്ടി തന്നെ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തും, മാധ്യമപ്രവർത്തകർ അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവോ വിഷമാവാതിരിക്കാൻ വേണ്ടി അവർ കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ ഇന്നലെ അവിടെ പ്രശ്നമില്ല, അപ്പോൾ പഴയ ഒരു ഫോട്ടോ ആയിരുന്നു, അതെടുത്ത് കൊടുത്തു. അങ്ങനെ പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് സിസ്റ്റം അല്ല. ഞങ്ങൾ ഓരോ നിമിഷം, ഇന്ന് രാവിലെ സെക്രട്ടറിയായിട്ട് 1 മണിക്കൂർ ഇതിൻ്റെ ചർച്ചകൾ. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ വിളപ്പിൽശാല ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കി കളഞ്ഞതുകൊണ്ടാണ്. അതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമുക്കൊരു 400 ടൺ വേസ്റ്റ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത് സംസ്കരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു പ്ലാന്റ് വേണം. ആ പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ആത്യന്തികമായിട്ട് പരിഹരിക്കും. ഞങ്ങളതിൻ്റെ പരിശ്രമത്തിലാണ്, കഠിന പരിശ്രമത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, 2 ഗവൺമെൻറ് മാറി വരുന്ന ഒരു ഘട്ടം. ഒരു ഭരണസമിതി വരുന്നു, 3 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഗവൺമെൻറ് മാറി, പുതിയ ഗവൺമെൻറ് വരുന്നു. അതിനിടയ്ക്ക് 4 മാസത്തിനിടയ്ക്ക് 4 സെക്രട്ടറിമാരായി, 3 സെക്രട്ടറിമാരായി ഇപ്പോൾ 4 മാസത്തിനിടയ്ക്ക്. അപ്പോൾ ഉണ്ടായി വരുന്ന ചില ഭരണപരമായിട്ടുള്ള കാലതാമസമുണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ സജീവമായിട്ട് കാര്യങ്ങളിൽ മുന്നോട്ടാണ്. അത് പരിഹരിക്കുന്നതോടുകൂടി ഈ പ്രശ്നം ആത്യന്തികമായിട്ട് കറക്റ്റ് ചെയ്യും. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സ്ഥലം ഞങ്ങളുടെ മനസ്സിൽ വരണ്ടേ. എന്നുവെച്ചാൽ ചർച്ചയിൽ, ഞാൻ പറയാം, ചർച്ചയിലുണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അറിയിക്കേണ്ട സമയത്ത് നിങ്ങൾ എല്ലാവരെയും അറിയിച്ച് കൊണ്ടുപോകില്ല. അപ്പം തിരുവനന്തപുരം പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല, ഇന്നും രാവിലെ പിടിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നഗരത്തിനകത്ത് വിവിധ തലങ്ങളിലേക്കുള്ള മാലിന്യ സംസ്കരണത്തിന് ഒരു പ്രോപ്പർ വഴിയില്ലാന്നതിന് മേയറിനെ സംബന്ധിച്ചു. അപ്പൊ നമ്മുടെ ഈ ബദലിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ എല്ലായിടത്തും വരുന്നത് എതിർപ്പാണ്. ഇപ്പോൾ തന്നെ മേയർ അനുഭവിക്കുന്നുണ്ട്. അത് മറികടക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരുടെയും കൂടിയാലോചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് നടപ്പിലാക്കിയെടുക്കാൻ മേയർ പദ്ധതി? രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയാലോചിക്കേണ്ട സമയമായിട്ടില്ല. നമുക്ക് ചില പ്രപ്പോസലിൻ്റെ അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചകളിലാണ്. രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയാലോചിക്കേണ്ട സമയം വരുമ്പോഴേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വളരെ ഗൗരവമായിട്ട് കൂടിയാലോചിച്ച് ചർച്ച നടത്തി മുന്നോട്ട്. എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു. ഇന്നലെയോ മെനയോ നല്ലല്ലോ പറഞ്ഞു, ഇന്നല്ലേ പറഞ്ഞത്. അല്ല, ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം CPM അല്ലെങ്കിൽ കോൺഗ്രസോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തലസ്ഥാനത്ത് മാലിന്യം വലിച്ചെറിയാൻ വേണ്ടി പ്രവർത്തകരെ നിയോഗിക്കുന്നൊക്കെ എന്ന് കണ്ട അപ്പോൾ പറഞ്ഞില്ല. അതിന്റെ 2-3 ദിവസമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. വരട്ടെ, നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചു. അല്ല, നിങ്ങൾ എനിക്ക് കിട്ടിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നു പറഞ്ഞത്. കമ്പിവേലി പലപ്പോഴും കെട്ടിയത്
കമ്പിവേലി കെട്ടിയതിനെ നെറ്റ് അറുത്തിട്ട് അവിടെ മാലിന്യം ഇടുന്നുണ്ട്. കമ്പിവേലി കെട്ടാൻ വേണ്ടി മുടക്കുന്ന പണം മാത്രം വേസ്റ്റ് ആവും. അതെ, അതിന്റെ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ഗവൺമെന്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള അല്ല, ഇറിഗേഷന്റെ ഉടമസ്ഥയിലുള്ളതാണ്. അവരുടെ പെർമിഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടതായിട്ടുണ്ട്. പലതവണ കോർപ്പറേഷന്റെ പ്രോപ്പർട്ടി അല്ലല്ലോ തോട്. ആ തോടിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ വേണമല്ലോ. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ട് ചർച്ച നടന്നു വരണം. ജലസേന വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള 2 മന്ത്രിമാർ CP ജോൺ, K മുരളീധരൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞു. അതിൽ അവർക്ക് ഏറെക്കുറെ ചില മന്ത്രിമാർക്കൊക്കെ തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. അല്ല, അങ്ങനെ പല അഭിപ്രായമുണ്ട്. പക്ഷെ ബ്രഹ്മപുരം കേന്ദ്രീകൃത പ്ലാന്റല്ലേ? ബ്രഹ്മപുരം ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്യുന്ന കേന്ദ്രീകൃത പ്ലാന്റ് അല്ലേ? തിരിച്ചുള്ള അഭിപ്രായമുണ്ട്. 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഹോട്ടലുകൾക്ക് മാലിന്യം സംസ്കരിക്കുവാനുള്ള പ്ലാന്റ് എല്ലാ ഹോട്ടലുകൾക്കും തിരുവനന്തപുരത്തില്ല. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ സ്റ്റാർ ഹോട്ടൽ വെച്ച് ബാക്കി ഏറെക്കുറെ എല്ലാം തന്നെ വർഷങ്ങളായി പഴക്കമുള്ള ഹോട്ടലുകളാണ്. അതിന് പലത്തിലും ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും കൊടുത്തിരിക്കുന്ന പെർമിഷൻ പൂർണ്ണമായിട്ടും നിയമവിധേയമായിട്ടുള്ളതൊന്നുമല്ല. പലതിനും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഒക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അതൊന്നും പെട്ടെന്ന് പോയിട്ട് എല്ലാം ഇടിച്ചു പൊളിച്ചു മാറ്റാൻ സാധിക്കില്ല. അവിടെയൊന്നും പുതിയ പ്ലാന്റ് തുടങ്ങാനുള്ള സിസ്റ്റവും ഇല്ല. പുതിയതായിട്ട് ചെയ്യുന്ന ഹോട്ടലുകൾക്ക് അതിൻ്റെ വലിപ്പം അനുസരിച്ച് നിയമവിധേയമായിട്ട് പ്ലാന്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ പതിറ്റാണ്ടുകളായി ചെയ്തു പോയ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. അവിടെ നിന്ന് മാലിന്യം കളക്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല. പക്ഷേ കോർപ്പറേഷൻ്റെ അംഗീകൃത ഏജൻസികളുണ്ട്. അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ നമുക്കൊരു 10-20 ടൺ സംസ്കരിക്കാനുള്ള പ്ലാന്റ് നമുക്കുണ്ട്. കല്ലടി മുഖത്തൊരു പ്ലാന്റ് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ അവർ ശേഖരിച്ച് പിഗ് ഫാമുകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് പ്ലാന്റ് വരുന്നത് നമുക്ക് ആ സിസ്റ്റം മാറ്റാനും സാധിക്കില്ല. അപ്പോൾ അംഗീകൃത ഏജൻസി കൊടുത്താൽ കുഴപ്പമില്ല. അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ റെഗുലറായിട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അവർ ആൻസറബിൾ ആണ്. പക്ഷേ ഈ ഫോട്ടോ കാണിച്ചതുപോലുള്ള കഥാപാത്രങ്ങളുണ്ട്. വടിവാളും വെട്ടുകത്തിയുമായിട്ട് കടകളിൽ നിന്നും മാലിന്യം വാങ്ങി. അപ്പോൾ ഇവർക്ക് ഈ അംഗീകൃത ഏജൻസി കൊടുക്കുന്ന റേറ്റ് കൊടുക്കണ്ട. ചെറിയ പൈസയുടെ ലാഭത്തിന് വേണ്ടിയാണ് ഈ മാഫിയകൾ ചെയ്യുന്നത്. വെളുപ്പിനൊരു 4-5 മണിക്ക് മാത്രം ജോലി ചെയ്താൽ മതി. 3-4 മണിക്കൂർ ലക്ഷക്കണക്കിന് രൂപ മാസം കിട്ടുകയും ചെയ്യും. പിന്നെ പകലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് നടക്കില്ല. അതിന് ശക്തമായ ആക്ഷൻ. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നിലോട്ട് രക്ഷപ്പെട്ട ആളിനെ പിടിച്ചല്ലോ. പിടിച്ചവരെയൊക്കെ റിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു സംശയം വേണ്ട, ഒരു മാഫിയയും തിരുവനന്തപുരത്ത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിളയാടാൻ അനുവദിക്കില്ല. ഏതിനാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അംഗീകൃത ഏജൻസികൾക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അവിടെ റെഗുലർ മീറ്റിംഗ് വിളിക്കാറുണ്ട്, മോണിറ്റർ ചെയ്യാറുണ്ട്. അവരിപ്പോൾ കൊടുത്തിരിക്കൊണ്ടിരിക്കുന്നത് പിഗ് ഫാമുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായി ആ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായം തെരഞ്ഞെടുപ്പിന് മുമ്പും ഇല്ലായിരുന്നു. ഇപ്പോഴും ആ അഭിപ്രായം തന്നെയാണ്. പക്ഷേ നമുക്ക് ഓൾട്ടർനേറ്റീവ് വരുന്നവരെ നിലവിലുള്ള സിസ്റ്റം തുറന്നാലേ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയാണ്. അതിൽ അദ്ദേഹം കൗൺസിലർ കോടതിയെ സമീപിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് അഭിപ്രായമാണോ വരുന്നത് അത് സ്വീകരിക്കും. ഹണിമൂൺ പീരീഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല. ഹണിമൂൺ പീരീഡ് ഞങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങൾ വിലയിരുത്തിക്കോ. നിങ്ങൾ എല്ലാ ദിവസവും വിലയിരുത്തില്ലേ? അത് കഴിയട്ടെ. കൈരളിക്ക് സമയം കൂടി. നിങ്ങൾക്ക് പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? എന്ത് അതൊരു 29 കൂടിയ നിങ്ങളില്ലായിരുന്ന? യൂട്യൂബ് അടിച്ചു നോക്കി. 29 കൗൺസിലായിരുന്നു. അജണ്ട ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദ്യം തീർന്നില്ല. അപ്പൊ ഇതിനകത്ത് മേയർ എന്നുള്ള നിലയിൽ ഇവരെല്ലാം വിളിച്ചുകൂട്ടി ഒരു കൗൺസിൽ യോഗം ചേർന്ന്
ഈ കൗൺസിലർമാരുടെ വിഷയങ്ങൾ, മാലിന്യ പ്രശ്നമാവട്ടെ, തിരുനായ പ്രശ്നമാവട്ടെ, ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ? ഒരു കൗൺസിലർ സംരക്ഷിക്കുന്നതിന് വേണ്ടി മേയർ നഗരസഭാ യോഗം തന്നെ കൂടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിവാദമല്ല. അതിന് പരിഹാരം മേയറിന്റെ കാണേണ്ടത്. ഇനി പറഞ്ഞോ, തീർന്ന എസ് ആണ് ഞാൻ ആദ്യം ചോദിച്ചു മറന്നുപോയി. പിന്നെ ഇതിലെ കൗൺസിൽ യോഗം 29 അത് കൂടി. ഒരിക്കലും ഒരു മേയർമാരും എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തവരവിടെ പലതവണ റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് അജണ്ട ചർച്ച ചെയ്യാമെന്ന് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അതിലപ്പുറം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോയപ്പോഴാണ് കൗൺസിൽ യോഗം പെട്ടെന്ന് പിരിയേണ്ടി വന്നത്. നമുക്ക് 3-4 മണിക്കൂർ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടാണ്, അത്രത്തോളം ഗൗരവമായ അജണ്ട ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരുടെ മക്കളുടെ വിവാഹം, അതിൽ 4 അജണ്ട അങ്ങ് പരിശോധിച്ചാൽ 4-5 അജണ്ട ജീവനക്കാരുടെ മക്കളുടെ വിവാഹത്തിനൊരു ധനസഹായം കൊടുക്കും, പലിശ കുറച്ചൊരു ലോണായിട്ടാണ് കൊടുക്കുന്നത്. അതുൾപ്പെടെ പാസ്സാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവാഹം അടുത്ത ദിവസമാണ്. അപ്പോൾ അതുൾപ്പെടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനോടുള്ള സമയം തരാത്ത രീതിയിലുള്ള സാഹചര്യമായിരുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കൗൺസിൽ യോഗം നേരത്തെ അവസാനിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ആ കൗൺസിൽ യോഗം ചേരുമ്പോഴും വിശദമായി ചർച്ച ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ മാസത്തിലൊരു കൗൺസിൽ യോഗം ചേരണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി ചേരുന്നുണ്ട്. ഞാൻ പറയട്ടെ, മാസത്തിലൊരു കൗൺസിൽ യോഗം, ജൂണിലൊരു കൗൺസിൽ യോഗം ചേർന്നാൽ ജൂലൈയിലൊരു യോഗം. നിങ്ങൾക്ക് അതെല്ലാം നിയമത്തിന് മുമ്പിലുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിയമപരമായിട്ടാണ് യോഗം ചേർന്നത്. അതിൽ യോജിപ്പുള്ളവർക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിൽ നടപടികളുണ്ട്. അത് കൗൺസിലിലേക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കൗൺസിലർമാരുമായിട്ട് ചർച്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൗൺസിലർമാരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും വിളിച്ചെടുത്ത് 101 കൗൺസിലർമാരെ ചർച്ച ചെയ്ത് ഇന്ന് ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചോദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തെരുവുനായി പ്രശ്നം കൗൺസിൽ ചർച്ച ചെയ്തു. കൗൺസിലർമാരൊക്കെ ആ വിഷയം ഉന്നയിച്ചു. ഭരണസമിതി അധികാരമേറ്റ് ദിവസങ്ങൾക്ക് തന്നെ അതിൻ്റെ പ്രോസസ് ആരംഭിച്ചു. എല്ലാ ദിവസവും തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് 15 മുതൽ 20 നായ്ക്കളെയാണ് ഒരു ദിവസം ABC ചെയ്യാൻ സാധിക്കും. അതിനെ ചെയ്ത് 5 ദിവസത്തെ വിശ്രമം കൊടുത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയും 60 എണ്ണത്തിനെ ഷെൽട്ടറിലേക്ക് മാറ്റി. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉൾപ്പെടെ നായ പിടിച്ചിട്ടുണ്ട്. മണ്ണന്തല വാർഡിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പാളയം വാർഡ് കൗൺസിലർ UDFന്റെ കൗൺസിലർ ശ്രീമതി ഷെർലി ചേച്ചി വിളിച്ചിരുന്നു രാവിലെ. പാളയത്ത് 10-15 എണ്ണം ഉണ്ട്, കുറേ നായ്ക്കളെ പിടിക്കും. ഇന്നിപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കോ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വെളുപ്പിനോ പാളയത്ത് നിന്ന് പിടിക്കും. നിങ്ങളോടും പറയുന്നു, നിങ്ങൾക്ക് വലിയ പ്രശ്നമുള്ള തരത്തിൽ അക്രമകാരികളായ നായ്ക്കളുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതിനെ പിടിച്ചു മാറ്റാം. അപ്പോൾ അക്കാര്യം പരിഹരിച്ച് പോവുകയാണേ. അതിൽ യാതൊരു എന്ന് വെച്ചാൽ സമയമെടുക്കും, പക്ഷേ പരിഹരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മാലിന്യ പ്രശ്നം കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കൗൺസിലർമാരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തു. ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സൊക്കെ നടക്കുകയാണ്. അത് കൃത്യമായിട്ട് തുടരും. അവരെ ബോധവൽക്കരിക്കുന്ന നടപടികൾ സ്വീകരിക്കും. അനധികൃതമായി പ്രവർത്തിക്കുന്നതിനൊക്കെ തന്നെ നിയമവിധേയമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അതിൻ്റെ നടപടി നടക്കുകയാണ്. നിങ്ങളുടെ പറയേണ്ട ഘട്ടമായിട്ടില്ല. അദ്ദേഹത്തിനൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കാത്തു കിടക്കുക, ഒരിടത്തും നിന്നിട്ടില്ല. നിങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും ഈ ചെയ്യുന്ന രോഗികളോടൊന്ന് അന്വേഷിച്ച് നോക്കി. അദ്ദേഹം പറയട്ടെ, ഇതിൽ ബന്ധപ്പെടുന്നവരോടൊന്ന് ചോദിച്ചു നോക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നവർക്ക്. ഹെൽത്ത് സെക്ടറിൽ നോക്കിയിട്ട് താങ്കൾ വന്ന ഇപ്പം കണക്ക് തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് കുറിച്ചുകൊണ്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇപ്പം തന്നെ തൊട്ടടുത്ത റൂമിലാണ്. പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാ വിവരം അവിടെ തരും. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസിൽ അന്വേഷിച്ചാൽ അറിയാം. കാലാവധി തീർത്ത കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ വാടക ഇന്നലെയും ഇവിടെ 3-4 പേര് അവരുടെ ഗ്രീവൻസുമായിട്ട് വന്നിരുന്നു. പക്ഷേ ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ അവർ തന്നെ സംഭവിച്ചു. ഇപ്പോൾ 10,000 രൂപ പേട്ടയിൽ നിന്ന് ഒരാൾ നിലവിൽ വന്നത്. ഇപ്പോൾ 10,000 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലത്ത് 2,000 രൂപയാണ് അവർ 40 വർഷമായിട്ട് കൊടുക്കുന്നത്. 40 വർഷത്തിന് മുമ്പ് 500 രൂപ കണ്ടായിരുന്നു, ഇപ്പോൾ 2,000 രൂപ. പക്ഷേ അവർ തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു അവിടെ ഇപ്പം ഒരു പ്രൈവറ്റ് പാർട്ടിയിൽ നിന്ന് എടുത്ത് എത്ര രൂപ കിട്ടും? അത് 10,000 രൂപ കിട്ടും. കോർപ്പറേഷൻ കിട്ടുന്ന 2,000 രൂപയാണ്. അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ കരാറ് കാലാവധി കഴിഞ്ഞതിനാണ് പുതുക്കുന്നത്. ചിലതിനൊക്കെ 2 വർഷത്തേക്ക് കൊടുത്തതിന് അടുത്ത മാർച്ച് 30 കഴിയുള്ളൂ. അവരപ്പോൾ മാത്രമേ അനാവശ്യമായി ഇവിടുത്തെ ജീവനക്കാരെ സ്ഥലം മാറ്റില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു വിവരം കിട്ടിയ വാർത്തകൾ പുറത്തു വന്നത് ഒരു കൗൺസിലർ ഫോൺ വിളിച്ചിട്ട് ഒരു എടുക്കാത്ത സ്ഥലം മാറ്റി എന്നുള്ള ആരോപണമാണ്. എന്താണ്? ഭരണപരമായി ചില സ്ഥലങ്ങളിൽ ചില എഫക്റ്റീവായിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. ചില സോണലുകളിലൊക്കെ തന്നെ വർക്ക് പെൻഡിങ് ഒരുപാടുള്ള സ്ഥലങ്ങളിൽ. പിന്നെ 3 വർഷത്തിൽ കൂടുതൽ ഒരേ സീറ്റിൽ തന്നെ ഇരുന്ന ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ സീറ്റുകൾ മാറ്റുവാനുള്ള, കാരണം 20-22 വർഷമൊക്കെ
സീറ്റുകളിൽ ഒരേ സീറ്റിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുള്ള ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ അവർ മറ്റുള്ള സീറ്റുകളിലെ വർക്കും പഠിക്കണം. അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ തന്നെ സ്ഥിരമായി ഇരിക്കുന്നത് ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തണമെന്നുള്ള അഭിപ്രായം സ്റ്റിയറിംഗ് കമ്മിറ്റി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഭരണപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലിപ്പുറമുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. വാർത്ത പലതും വന്നിട്ടുണ്ട്. ആ പരിശോധനയാണല്ലോ കഴിഞ്ഞ ദിവസം നടന്നപ്പോഴല്ലേ വാഹനം എടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഓക്കെ, ശരി, താങ്ക് യു. ഓ, CPM പ്രവർത്തകർ മുൻ ഓക്കെ, നമസ്തേ. തെളിവുകൾ കണ്ടുപിടിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? എല്ലാം ഞാൻ പറഞ്ഞിരുന്ന തൽക്കാലം ആരോപണമായിട്ട് ഇരിക്കട്ടെ. പിന്നീട് ഇനി ഉണ്ടല്ലോ ഒരു പത്രസമ്മേളനം എല്ലാം